ഡിസംബർ 6 ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ പരിനിർവാണ ദിനമാണ്. ഈ ഡിസംബർ 6 ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും അംബേദ്കറെ സ്നേഹിക്കുന്നവർ, അംബേദ്കറുടെ ദാർശനികമായ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ പിൻപറ്റുന്നവർ ഒരുമിച്ച് കൂടുകയും അംബേദ്കറെ അനുസ്മരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. ഇന്ത്യയിൽ മുൻപെങ്ങുമില്ലാത്ത വിധം അംബേദ്കർക്കും അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കും അദ്ദേഹത്തിൻ്റെ ദാർശനികമായ അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറയ്ക്കുമെല്ലാം വളരെ വലിയ പ്രചാരം കിട്ടിയിരിക്കുന്ന സമകാലിക ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത്. അതിന് കാരണം ഇന്ത്യയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം മതരാഷ്ട്രവാദം അഥവാ ഹിന്ദുത്വവാദം ശക്തിപ്പെട്ടു വരികയും ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള രാഷ്ട്രീയമായ മുന്നേറ്റം സംഘപരിവാർ ശക്തികൾ നടത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നലകളിൽ അംബേദ്കറെ തമസ്കരിച്ചിരുന്ന, അംബേദ്കറെ കേൾക്കാൻ കൂട്ടാക്കാതിരുന്ന രാജ്യത്തെ വ്യത്യസ്തരായ ജനങ്ങൾ ഈ മതരാഷ്ട്രവാദത്തെ പ്രതിരോധിക്കുവാനും ഈ ഹിന്ദു രാഷ്ട്രവാദത്തെ അതിനെ എതിർക്കുവാനും ചെറുക്കുവാനും ഏത് തത്വശാസ്ത്രമാണ് ഇന്ത്യയിലുള്ളത് എന്ന്, ഏത് ഐക്കണാണ് ഇന്ത്യയിലുള്ളത് എന്നതിനെ സംബന്ധിച്ച അന്വേഷണം തുടങ്ങിയത്. ആ അന്വേഷണം വളരെ പെട്ടെന്ന് എത്തിപ്പെട്ടത് അംബേദ്കറിലാണ് എന്നുള്ളത് യാദൃശ്ചികമല്ല. കാരണം കൊളോണിയൽ ഇന്ത്യയിൽ തന്നെ ഈ ഹിന്ദു രാഷ്ട്രവാദികൾക്കും സനാതനികൾക്കും എതിരായ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ വ്യത്യസ്തമായ നിലയിൽ ഒരു ജീവിതകാലം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോയ മഹാനായ വിപ്ലവകാരിയാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ. ഭഗവാൻ ബുദ്ധന് ശേഷം ഇന്ത്യ കണ്ട ഉജ്ജ്വലനായ വിപ്ലവകാരിയായി സാമൂഹിക പരിവർത്തനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മഹാനായ പ്രവാചകനായി ഡോക്ടർ അംബേദ്കർ വിവക്ഷിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ബുദ്ധന് ശേഷം ആധുനിക ഇന്ത്യയിൽ മഹാത്മാ ജ്യോതിബ ഫൂലെയിലൂടെയാണ് ആ നിലയിലുള്ള ഒരു ജനാധിപത്യ സാമൂഹിക പരിവർത്തന മുന്നേറ്റങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത് എങ്കിലും തുടർന്ന് ആ പോരാട്ടം ഏറ്റെടുക്കുന്നത് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറാണ്. നമുക്കറിയാം, ഇന്ത്യൻ ജനത ഇന്ന് നേരിടുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം എത്തി നിൽക്കുക അംബേദ്കറിലാണ്. അതുകൊണ്ട് തന്നെയാണ് ആധുനിക കാലത്ത് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അന്വേഷിക്കുന്നവർ അംബേദ്കറിലേക്ക് എത്തിച്ചേരുന്നത്. ജനങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ള പലതും, പല ടൂളുകളും പല പരിഹാരങ്ങളും അംബേദ്കറിലുണ്ട് എന്ന് ജനങ്ങൾ കണ്ടെത്തുകയാണ് ഉണ്ടായത്. രാജ്യത്തിൻ്റെ ബഹുസ്വരത, ജനാധിപത്യം, മതേതരത്വം, ഇന്ത്യൻ ഭരണഘടന, ഇങ്ങനെ തുടങ്ങിയ സങ്കല്പങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ പദ്ധതികൾ, ഇതെല്ലാം അപകടത്തിലായ ഒരു സമകാലിക ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത്. ബഹുസ്വരതയും ജനാധിപത്യവും മതേതരത്വവും മാത്രമല്ല, ജനങ്ങളുടെ സാഹോദര്യവും ജനങ്ങളുടെ ഐക്യവും സമാധാനപരമായ അവരുടെ ജീവിതത്തെയും എല്ലാം അമ്പേ തകിടം മറിക്കുന്ന ഒരു നിലയാണ് ഉയർന്നു വന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിലൂടെ ഇന്ത്യ ദർശിക്കുന്നത്. രാജ്യത്തെ വ്യത്യസ്ത മതങ്ങളെ, വിശേഷിച്ചും ന്യൂനപക്ഷ മതങ്ങളെ, വിശേഷിച്ചും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ എല്ലാം എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ടും അവരെല്ലാം രാജ്യദ്രോഹികളും ദേശവിരുദ്ധന്മാരും ആണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ടും രാജ്യത്തെ സർവ്വവിധമായ കുറ്റങ്ങളും അവരുടെ തലയിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടും അവരെ പൂർണ്ണമായും അറുത്തുമാറ്റിക്കൊണ്ടും പിളർത്തി മാറ്റിക്കൊണ്ടും രാജ്യത്തെ ഒന്നാകെ വിഭജിക്കുന്ന വിഭജന രാഷ്ട്രീയം സംഘപരിവാർ ശക്തികൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ അതിന് പരിഹാരമാണ് എങ്കിൽ പോലും ആ ഭരണഘടന തന്നെ അട്ടിമറിക്കപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉയർന്നു വരുമ്പോൾ ഭരണഘടന തന്നെ നിലനിന്നെങ്കിൽ മാത്രമേ ഇന്ത്യയുള്ളൂ എന്ന ഇന്ത്യയിലെ ജനാധിപത്യവാദികളുടെ കണ്ടെത്തലാണ് അവരെ അംബേദ്കറിലേക്ക് അടുപ്പിച്ചത്. ജനാധിപത്യം സംരക്ഷിക്കുവാൻ,
ബഹുസ്വരത സംരക്ഷിക്കുവാൻ, ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുവാൻ, ഈ കാര്യങ്ങളെല്ലാം സംരക്ഷിച്ചു നിർത്തുവാൻ, ആ സംരക്ഷിക്കുവാനുള്ള അതിൻ്റെ പോരാട്ടത്തിൽ ആ തരത്തിൽ ജനാധിപത്യവാദികൾക്ക് അവരുടെ പോരാട്ടങ്ങളിൽ ഒരു സുരക്ഷിത കവചമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന ഏക ടൂൾ അംബേദ്കറും അംബേദ്കർ ചിന്തകളുമാണ് എന്ന് തിരിച്ചറിവാണ് പൗരത്വ പ്രക്ഷോഭങ്ങളിലടക്കം സമകാലികമായി ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ ചിത്രം ദേശവ്യാപകമായി ഉയർത്തപ്പെട്ടത്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഈ പൗരത്വ പ്രക്ഷോഭങ്ങളിൽ വളരെ വലിയ ആശങ്കാകുലരായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ആ ആശങ്കാകുലമായ ഒരു സാഹചര്യത്തിൽ പൗരത്വ പ്രക്ഷോഭം ഉയർന്നു വന്നപ്പോൾ ആ പൗരത്വ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുവന്ന ജനാധിപത്യ ശക്തികൾ, ന്യൂനപക്ഷങ്ങൾ വിശേഷിച്ചും ഉയർത്തിപ്പിടിച്ചത് ജനാധിപത്യത്തിൻ്റെ വലിയ ഐക്കണായിക്കൊണ്ട്, നീതിയുടെ ഐക്കണായിക്കൊണ്ട് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ ചിത്രമാണ് രാജ്യവ്യാപകമായി ഉയർത്തപ്പെട്ടത്. രാജ്യത്തെ സംഘപരിവാർ ശക്തികൾ രാമരാജ്യം മുന്നോട്ട് വെക്കുമ്പോൾ അംബേദ്കർ ചിന്തകളെ ഉയർത്തിപ്പിടിക്കുന്നവർ, ജനാധിപത്യവാദികൾ മുന്നോട്ട് വെക്കുന്നത് ഭീം രാജ്യമാണ്. രാമരാജ്യം എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രമാണെങ്കിൽ, മതരാഷ്ട്രമാണെങ്കിൽ, ഭീം രാജ്യം എന്ന് പറയുന്നത് ജനാധിപത്യ ഇന്ത്യയാണ്, ബഹുസ്വരമായ ഇന്ത്യയാണ്, മതേതര ഇന്ത്യയാണ്. ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന, ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ദേശരാഷ്ട്രമായി ഇന്ത്യ ആ നിലയിൽ ഭീമരാജ്യം എന്ന സങ്കല്പത്തിൽ ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് രാജ്യത്തെ മതരാഷ്ട്രവാദികൾ അഥവാ സംഘപരിവാർ ശക്തികൾ ജയ് ശ്രീരാം മുഴക്കിയപ്പോൾ ഈ ജയ് ശ്രീരാമിന് ബദലായിക്കൊണ്ട് രാജ്യത്തെ ദലിതർ മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ ജനാധിപത്യവാദികളും മുഴുവൻ പ്രക്ഷോഭകരും ജയ് ഭീം വിളിക്കുന്ന കാഴ്ച സമകാലികമായി ഇന്ത്യയിൽ ഉയർന്നു വന്നത്. ജയ് ഭീം എന്ന് പറയുന്നത് അഥവാ അംബേദ്കറെയോ അംബേദ്കർ ചിന്തകളെയോ ദ്യോതിപ്പിക്കുന്ന ജയ് ഭീം, ജയ് ശ്രീരാം എന്ന് പറയുന്ന ഭരണഘടനാ വിരുദ്ധവും മാനവിക വിരുദ്ധവുമായ മതരാഷ്ട്രവാദത്തിനെതിരെ ഉയർത്തുവാൻ കഴിയുന്ന, അതിനെ പ്രതിരോധിക്കുവാൻ കഴിയുന്ന ഉജ്ജ്വലമായ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയായി തന്നെ ആ നിലയിൽ ജയ് ഭീം ഉയർന്നു വന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. ബാബാ സാഹേബ് അംബേദ്കർ തീർച്ചയായും ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു പുതിയ പുനഃസൃഷ്ടിയെ, ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തെ, ആധുനിക ഇന്ത്യയെ, ആധുനിക ദേശരാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ വലിയ അളവിലുള്ള പങ്കാണ് വഹിച്ചത്. ഒരുപക്ഷെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് രണ്ട് ധാരകളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ധാരയാണെങ്കിൽ, മറിച്ചുള്ളത് രണ്ടാമത്തെ ദേശീയ ധാര എന്ന് പറയുന്നത് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന ദേശീയ ധാരയാണ്. രണ്ടും സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളാണ്. ഒരുപക്ഷെ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഉയർന്നു വന്ന ദേശീയ പ്രസ്ഥാനം ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്കുള്ള മോചനം ആവശ്യപ്പെട്ടപ്പോൾ, ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടപ്പോൾ, ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ദേശീയധാര ആവശ്യപ്പെട്ടത് ജാതി ഹിന്ദുക്കളിൽ നിന്നും തൊട്ടുകൂടാത്തവർക്കുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഇത് രണ്ടും ഫലത്തിൽ സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്ന് ദർശിക്കുവാൻ നമുക്ക് കഴിയും. പക്ഷേ ആ നിലയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെയും ഈ നിലയിൽ അടയാളപ്പെടുത്തുവാൻ ഇന്ത്യയിലെ സവർണ ചരിത്രകാരന്മാർക്കും അതിനെ പിൻപറ്റുന്ന വ്യത്യസ്ത നിലകളിലുള്ള മറ്റ് എഴുത്തുകാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെ പുനർവായിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ പുനർനിർമ്മിക്കേണ്ടതും പുനർവായിക്കേണ്ടതുമുണ്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ജനാധിപത്യം എന്ന് പറയുന്ന മൂല്യസങ്കല്പം ബാബാ സാഹേബ് അംബേദ്കർ മുന്നോട്ട് വെക്കുന്നത് കേവലമായൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നുള്ള നിലയിലേ അല്ല. ജനാധിപത്യത്തെ സംബന്ധിച്ച് അംബേദ്കറുടെ കാഴ്ചപ്പാടുണ്ട്. അത് വളരെ വിപുലവും വിശാലവുമായ ഒരു ദാർശനികമായ അടിത്തറയുള്ള
ഒരു കാഴ്ചപ്പാടാണ് അംബേദ്കർ മുന്നോട്ട് വെക്കുന്നത്. അംബേദ്കർ ജനാധിപത്യത്തെ സംബന്ധിച്ച് പറയുന്നത് ഇന്ത്യൻ സമൂഹം ജനാധിപത്യവൽക്കരിക്കപ്പെടാതെ പാർലമെന്ററി ഡെമോക്രസി ഇന്ത്യയിൽ വിജയിക്കുകയില്ല എന്നാണ്. ജനാധിപത്യം എന്ന് പറയുന്ന ഈ അംബേദ്കർ മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തിന്റെ ജനാധിപത്യ സങ്കല്പം അത് മുന്നോട്ട് വെച്ചുകൊണ്ട് ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞത് കേവലമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല, തെരഞ്ഞെടുപ്പ് പ്രക്രിയയല്ല, പാർലമെന്ററി ജനാധിപത്യമല്ല ജനാധിപത്യം, മറിച്ച് ജനാധിപത്യം എന്നത്, ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. തന്നെ പോലെ തന്നെ അവരനെയും അഥവാ തന്നെ പോലെ തന്നെ മറ്റൊരാളെയും പരിഗണിക്കുക എന്നുള്ളതും തൻ്റെ പോലെ തന്നെയുള്ള പൗരാവകാശങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്താണ് സാമൂഹിക ജനാധിപത്യം ഉടലെടുക്കുന്നത്. ആ അർത്ഥത്തിൽ ഇന്ത്യൻ ജനത ജനാധിപത്യവൽക്കരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് അംബേദ്കർ ചൂണ്ടിക്കാണുന്നു. ഇന്ത്യൻ ജനത ജനാധിപത്യവൽക്കരിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥിതിയുടെ അടിത്തറ അത് തകർക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് അംബേദ്കർ മുന്നോട്ട് വെക്കുന്ന വാദം. അതുകൊണ്ടാണ് ജനാധിപത്യത്തിന്റെ മാത്രമല്ല സാമൂഹിക ജനാധിപത്യത്തിന്റെ അഥവാ സോഷ്യൽ ഡെമോക്രസിയുടെ അങ്ങേയറ്റത്തെ വക്താവായി ബാബാ സാഹേബ് അംബേദ്കർ മാറുന്നത്. തികച്ചും അംബേദ്കർ പറയുന്നത് ഞാൻ മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യം അഥവാ ഇന്ത്യയിലുള്ള ജനാധിപത്യം പാശ്ചാത്യ ജനാധിപത്യത്തിന്റെ ഒരു മോഡലല്ല, മറിച്ച് ഇന്ത്യൻ ജനാധിപത്യം ഉയർന്നു വരുന്നത്, ഇന്ത്യൻ ജനാധിപത്യത്തെ നാം സ്വാംശീകരിക്കുന്നത്, നാം പുനർനിർമ്മിക്കുന്നത് പാശ്ചാത്യ മാതൃകയിലുള്ള ഒരു ജനാധിപത്യത്തെ പിൻപറ്റിക്കൊണ്ടല്ല, മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് ബൗദ്ധ കാലഘട്ടത്തിലേക്കാണ്. ബുദ്ധൻ മുന്നോട്ട് വെച്ച ദാർശനികമായ ഒരു അടിത്തറയിൽ നിന്നാണ് ഇന്ത്യൻ ജനാധിപത്യം ഉയർന്നു വരുന്നത് എന്ന് അംബേദ്കർ സിദ്ധാന്തിക്കുന്നുണ്ട്. ഭിക്ഷുക്കളുടെ സംഘങ്ങളിൽ, ബുദ്ധ ഭിക്ഷുക്കളുടെ സംഘങ്ങളിൽ ഇന്ന് ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്ററി ജനാധിപത്യ സംവിധാനം പോലുള്ള സംവിധാനങ്ങൾ ഭിക്ഷു സംഘങ്ങളിൽ, പ്രാചീന ഇന്ത്യയിൽ ഭിക്ഷു സംഘങ്ങളിൽ നിലനിന്നിരുന്നു എന്ന് അംബേദ്കർ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനാധിപത്യം ഒരിക്കലും യൂറോപ്പിന്റെ സംഭാവനയല്ല എന്ന് ബാബാ സാഹേബ് അംബേദ്കർ ദർശിക്കുന്നുണ്ട്. അതിന്റെ അടിവേരുകൾ അങ്ങേയറ്റം ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് ആധുനിക തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങൾ അടക്കമടങ്ങിയ ബൗദ്ധ സംഘങ്ങളിലാണ്, ഭിക്ഷു സംഘങ്ങളിലാണ് എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. ജനാധിപത്യം കേവലമായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായമായി ചുരുക്കി കാണുവാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല. അതങ്ങനെ ചെയ്യുന്നത് ജനാധിപത്യത്തോട് കാണിക്കുന്ന കൊടിയ പാതകമാണ് എന്നാണ് അംബേദ്കറുടെ അഭിപ്രായം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്നും കൊളോണിയൽ ഭരണാധികാരികളിൽ നിന്നും ഇന്ത്യക്ക് ലഭിച്ച രാഷ്ട്രീയ സ്വാതന്ത്ര്യം, ആ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നാം എത്രയും വേഗം സാമൂഹിക സ്വാതന്ത്ര്യം നാം നേടിയെടുത്തേ പറ്റൂ എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. നമുക്ക് ലഭിച്ച രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് സാമൂഹികമായ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മനുഷ്യർക്ക് ആ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം വളരെ പാടുപെട്ട് പണിതുയർത്തിയ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെ അടിത്തറ സാമൂഹിക അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ തകർത്ത് കളയുമെന്ന് ഈ രാഷ്ട്രത്തിന് മുന്നറിയിപ്പ് നൽകുവാനും അംബേദ്കർ മടിച്ചിട്ടില്ല. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി ഇതെല്ലാം നിലനിൽക്കണമെങ്കിൽ സാമൂഹിക ജനാധിപത്യം അത്യന്താപേക്ഷിതമാണ് എന്ന് അംബേദ്കർ പറയുന്നു. ഇങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നാം പണിതുയർത്തിയ രാഷ്ട്രീയ സ്വാതന്ത്ര്യം തന്നെ തകർന്നു പോകുമെന്ന് നിരീക്ഷിക്കുന്ന ബാബാ സാഹേബ് അംബേദ്കറുടെ ചിന്തകൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച ആ ഒരു ആശയം ഇന്ന് എത്രത്തോളം അത് ഇത് പ്രയോഗത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ദർശിക്കാവുന്നതാണ്. പാർലമെന്ററി ജനാധിപത്യം തന്നെ അപകടത്തിലായി പോകുന്ന ആഭ്യന്തരമായ ഒരു പ്രതിസന്ധിയെയാണ് ഇന്ന് ഇന്ത്യ നേരിടുന്നത്. നിങ്ങൾ നോക്കൂ, ദേശീയ സമരത്തിലൂടെയും സ്വാതന്ത്ര്യ സമരത്തിലൂടെയും ആ നിലയിലുള്ള വലിയ മുന്നേറ്റങ്ങളിലൂടെയും നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം, അതിനുശേഷം പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഭാഗമായി നാം നിർമ്മിച്ച ഇന്ത്യയുടെ ഭരണഘടന, ആ സ്വാതന്ത്ര്യവും ഭരണഘടനയും സമത്വവും നീതിയും ഇതെല്ലാം ഒരു അർത്ഥത്തിൽ തകർന്ന് തരിപ്പണമാകുമോ എന്ന ഭീഷണമായ ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിലൂടെ നാം കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം ദീർഘദൃഷ്ടിയോടുകൂടിയാണ് ഇന്ത്യയുടെ ഭാവിയെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ നോക്കി കണ്ടത്
എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ബഹുസ്വരത എന്ന് പറയുന്നത്, ആ ബഹുസ്വരതയാണ് ഇന്ത്യയുടെ മനോഹാരിത. ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ കേവലമായ ഭൂമിശാസ്ത്രപരമായ ഒരു അതിർവരമ്പുകളല്ല, മറിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് ഒരാശയമാണ്. ആ ആശയം നിലനിൽക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്കകത്താണ്. ബഹുസ്വരതയും ജനാധിപത്യവും പൗരാവകാശവും ഇതെല്ലാം നിലനിൽക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയാണ് പ്രാതിനിധ്യ ജനാധിപത്യം മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യയിലെ വ്യത്യസ്തമായ ഗോത്രങ്ങൾക്ക്, ഇന്ത്യയിലെ വ്യത്യസ്തമായ സമുദായങ്ങൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക്, ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം കൊടുക്കുന്ന റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന പ്രാതിനിധ്യ ജനാധിപത്യം അഥവാ ബഹുസ്വരത, ഇതെല്ലാം അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിലൂടെ പ്രയോഗവൽക്കരിക്കുകയാണ് ഉണ്ടായത്. അംബേദ്കറുടെ പ്രശ്നങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അദ്ദേഹം ഭരണഘടനാപരമായ പരിഹാരമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഉയർന്നു വരുന്ന ഹിന്ദു രാഷ്ട്രവാദം, തികച്ചും മതരാഷ്ട്രവാദം, ഈ മതരാഷ്ട്രവാദവും പ്രാതിനിധ്യ ജനാധിപത്യവും തമ്മിൽ വലിയ കിണയൽ അഥവാ ഇത് രണ്ടും തമ്മിലുള്ളൊരു വലിയ ക്ലാഷ് ഇന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുന്നു. പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ആ പ്രാതിനിധ്യ ജനാധിപത്യം, ഭരണഘടനാദത്തമായ അവകാശങ്ങൾ, പ്രാതിനിധ്യം, റെപ്രസെന്റേഷൻ ഉറപ്പുവരുത്താൻ പരിശ്രമിക്കുമ്പോഴാണ് അവരെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടും അവരെ തന്നെ പാർശ്വവൽക്കരിച്ചുകൊണ്ടും ഇന്ത്യയിൽ മതരാഷ്ട്രം നിർമ്മിക്കുവാൻ, ഏകശിലാത്മകമായ ഒരു മതരാഷ്ട്രം ഇന്ത്യയിൽ നിർമ്മിക്കുവാൻ സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്ത് അവർക്ക് ലഭിച്ച ഭരണാധികാരത്തിൻ്റെ മറവിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യൻ ഭരണഘടന തന്നെ നിലനിൽക്കണമോ വേണ്ടയോ എന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്നത്. ആ നിലയിൽ ഭരണഘടന തന്നെ ഒരു വേള റദ്ദാക്കപ്പെടുന്ന സാമൂഹിക സാഹചര്യം ഉണ്ടാകുമ്പോൾ, രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമ്പോൾ, ആ ഭരണഘടനയുടെ സ്ഥാനത്ത് നിലവിൽ വരാൻ പോകുന്നത് ഇന്ത്യൻ ജനത ആശങ്കപ്പെടുന്നത് പോലെ തന്നെ മനുസ്മൃതിയുടെ മറ്റ് മൂല്യ വ്യവസ്ഥകളാണ്, മനുസ്മൃതിയുടെ നിയമങ്ങളാണ്. നമുക്കറിയാം, ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പല പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു. ഇന്ത്യയുടെ സംവിധാനത്തിൽ പല നിലകളിലുള്ള പുത്തൻ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു. ഇവിടെയെല്ലാം പൗരാണികമായ സവർണ ബ്രാഹ്മണിക്കലായ പദപ്രയോഗങ്ങളും ബ്രാഹ്മണിക്കലായ ടെർമിനോളജികളും എല്ലാം കുത്തിക്കയറ്റിക്കൊണ്ട് ഇത്തരം അംബേദ്കർ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തവർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ മൂല്യവ്യവസ്ഥയെയും അതിൻ്റെ നിയമങ്ങളെയും ചട്ടങ്ങളെയുമെല്ലാം പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ബ്രാഹ്മണിക്കലായ മൂല്യവ്യവസ്ഥ ഇന്ത്യയിൽ അത് സൃഷ്ടിക്കുവാൻ സംഘപരിവാർ ശക്തികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒറ്റയടിക്ക് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റുവാൻ അവർക്ക് കഴിയാതിരിക്കുന്നതിനുള്ള ഏക കാരണം ഈ ഭരണഘടന ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങളറിയണം, കേരളത്തിൽ തന്നെയും ഒരു മന്ത്രി ഭരണഘടന കുന്തം കുടച്ചക്രമാണ് എന്ന് പറഞ്ഞു. പക്ഷെ മന്ത്രി തൊട്ടടുത്ത ദിവസം വീട്ടിൽ പോയിരിക്കേണ്ടി വന്നു. വീട്ടിൽ പോയിരുന്ന മന്ത്രി വീണ്ടും തിരിച്ചു വന്നിട്ട് പറയുന്നത് ഭരണഘടന മഹത്തായ ഗ്രന്ഥമാണ് എന്നാണ്, മഹത്തായ പുസ്തകമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് ആ മന്ത്രിക്ക് പറയേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ഭരണഘടന നിൽക്കുന്നിടത്തോളം വളരെ എളുപ്പത്തിൽ ഇന്ത്യക്ക് ഒരു ഹിന്ദു രാഷ്ട്രമായി മാറാൻ കഴിയുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഒരു സ്ഥിതിവിശേഷം. പക്ഷേ ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ തന്നെ അധികാരത്തിൽ വന്നവർ ഭരണഘടനാപരമായി തന്നെ, ഭരണഘടനാദത്തമായി തന്നെയുള്ള തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ കയറിയവർ അതേ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭരണഘടനയുടെ ഓരോ നെട്ടും ബോൾട്ടും ഊരിയെടുത്തിട്ട് തലസ്ഥാനത്ത് മറ്റൊന്ന് നിർമ്മിച്ചിട്ട്, തലസ്ഥാനത്ത് വൈദികമായ മറ്റൊന്നിനെ അവർ ഫിറ്റ് ചെയ്തിട്ട് ഇതിനെ ഇഞ്ചിഞ്ചായി ഇന്ത്യൻ ഭരണഘടനയെ കൊല്ലുവാനുള്ള, ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തി വരുന്നു എന്നതാണ് ആധുനികമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുസ്മൃതി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി എന്നും മനുസ്മൃതിയും ഭരണഘടനയും തമ്മിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന പോരാട്ടം. മനുസ്മൃതി വേഴ്സസ് ഇന്ത്യൻ ഭരണഘടന. മനുസ്മൃതി ഉയർത്തിപ്പിടിക്കുന്ന മനുവാദികൾ ഭരണഘടനയ്ക്ക് എതിർ നിൽക്കുകയും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതരാഷ്ട്ര വിരോധികളായ, മാനവികതാവാദികളായ
യഥാർത്ഥ ഇന്ത്യക്കാരായ മഹാഭൂരിപക്ഷം വരുന്നവർ അവർ ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ നോക്കൂ, മനു ഇന്ത്യയെ മാനവ ഇന്ത്യയാക്കി മാറ്റിയത് ബാബാ സാഹേബ് അംബേദ്കറുടെ ഇന്ത്യൻ ഭരണഘടനയാണ്. മനുവാദികളുടെ ബ്രാഹ്മണിക്കലായ ഇന്ത്യയെ മാനവികതാവാദികളുടെ ഇന്ത്യയാക്കി മാറ്റിയത്, മാനവ ഇന്ത്യയാക്കി മാറ്റിയത് ഇന്ത്യൻ ഭരണഘടനയും അതിൻ്റെ ശില്പി ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെയും കയ്യൊപ്പ് ചെറിയ ഒരു കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മളറിയണം, ഡോക്ടർ അംബേദ്കറെ, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസക്തി എവിടെ, എങ്ങനെ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരുപക്ഷെ സമീപകാലത്ത് വരെ അംബേദ്കർ വായിക്കപ്പെട്ടത് അയിത്തജാതിക്കാരുടെ നേതാവ്, ഇന്ത്യൻ ഭരണഘടന എഴുതിയ ആളുകളുടെ കൂട്ടത്തിൽ പ്രമുഖനായ ഒരാൾ എന്ന നിലയിലാണ് എങ്കിൽ ഇന്ന് അംബേദ്കർ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന നിലയിൽ ഇന്ന് അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട്. ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുടെ പിതാവാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന് ആധുനിക ഇന്ത്യ, സമകാലിക ഇന്ത്യ അടയാളപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് സമകാലിക ഇന്ത്യയിൽ, ഈ സമകാലിക ഇന്ത്യയിൽ അംബേദ്കറുടെ പ്രസക്തി എന്ന് പറയുന്നത്. ആ പ്രസക്തി തന്നെയാണ് പൗരത്വ പ്രക്ഷോഭങ്ങളിലടക്കം, ജനാധിപത്യ പ്രക്ഷോഭങ്ങളിലടക്കം, ഭരണഘടനാദത്തമായ നീതിക്ക് വേണ്ടിയുള്ള മുഴുവൻ മനുഷ്യരുടെയും രാജ്യത്ത് ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളിൽ അംബേദ്കർ ഉയർന്നു നിൽക്കുന്നത് അംബേദ്കറുടെ പ്രസക്തിയെ സമകാലിക ഇന്ത്യ അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങളറിയണം, ബാബാ സാഹേബ് അംബേദ്കർ എഴുതിയ ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടനയെ സംബന്ധിച്ച് ഇന്നും ചില ആളുകൾ മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യൻ ഭരണഘടന എഴുതിയ കുറേ ആളുകളിൽ ഒരാളാണ് അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ട് അംബേദ്കറുടെ ഭരണഘടനയെ എഴുതുവാനുള്ള അംബേദ്കറുടെ വലിയ ദൗത്യത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ കുറച്ചു കാണുവാൻ പരിശ്രമിക്കാറുണ്ട്. 1948 നവംബർ മാസം 5-ാം തീയതി ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന ടി കൃഷ്ണമാചാരി എന്ന് പറയുന്ന ബ്രാഹ്മണനായ ഒരു അംഗം അംബേദ്കറെ സംബന്ധിച്ച് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ സംസാരിക്കവേ, ഭരണഘടനയെ സംബന്ധിച്ച് സംസാരിക്കവേ അംബേദ്കറുടെ സംഭാവനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ടി കൃഷ്ണമാചാരി എന്ന് പറയുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 പേരിൽ ഒരാളായ ടി കൃഷ്ണമാചാരി, അതും ബ്രാഹ്മണനായ ഒരു അംഗം, അദ്ദേഹം പറയുന്നത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ 7 പേരുണ്ടായിരുന്നുവെങ്കിലും ഒരാൾ മരിച്ചുപോയി, പകരം ഒരാളെ വെച്ചില്ല. മറ്റൊരാൾ ഡൽഹിയിൽ നിന്നും വളരെ അകലെയായിരുന്നു. മറ്റു ചില കാര്യങ്ങളിൽ മുഴുകി വ്യാപൃതരായിരിക്കുകയായിരുന്നു. ചില ആളുകൾക്ക് അസുഖം മൂലം ഇന്ത്യൻ എഴുത്തുമായി സഹകരിക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും അവസാനം ഭരണഘടന എഴുതി പൂർത്തീകരിക്കേണ്ട ജോലി മുഴുവൻ ഡോക്ടർ അംബേദ്കറുടെ തലയിൽ വന്നു വീണു എന്ന് പറയുന്നത് മറ്റാരുമല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 അംഗങ്ങളിൽ ഒരംഗമായ ടി കൃഷ്ണമാചാരിയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ നിലയിൽ ഡോക്ടർ അംബേദ്കറും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിങ്ങിൽ, ആ ഡ്രാഫ്റ്റിംഗ് നടക്കുന്ന സമയത്ത് മിക്കപ്പോഴും ഏതാണ്ട് സിംഹഭാഗവും അംബേദ്കറും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയും മാത്രമായിരുന്നു അതിനുണ്ടായിരുന്നത് എന്നുകൂടി ചേർത്ത് വായിച്ചാൽ ഇന്ത്യൻ ഭരണഘടന എഴുതി പൂർത്തിയാക്കേണ്ട പരിപൂർണമായ ഉത്തരവാദിത്തം ഡോക്ടർ അംബേദ്കറുടെ തലയിൽ വീഴുകയും ആ ജോലി അംബേദ്കർക്ക് ഒറ്റയ്ക്ക് നിർവഹിക്കേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഭരണഘടനാ ചരിത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ നിലയിൽ ആധുനിക ഇന്ത്യയെ സൃഷ്ടിക്കുവാൻ, ഇന്ത്യ രാജ്യത്തിൻ്റെ ബ്രാഹ്മണിക്കലായ ആ സൈദ്ധാന്തികതയെ പൊളിച്ചെഴുതുവാൻ, ആധുനിക ദേശരാഷ്ട്രത്തെ നിർമ്മിക്കുവാൻ അംബേദ്കർ ചെയ്ത സംഭാവന ചെറുതല്ല എന്ന് മനസ്സിലാവും. ഒരുപക്ഷെ ആ നിലയിൽ അംബേദ്കറെ അംഗീകരിക്കുവാൻ മടിച്ചു നിന്ന ഇന്ത്യൻ സമൂഹം ഇന്ന് ഭരണഘടനയ്ക്ക് മാത്രമല്ല, രാജ്യത്തെ വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾക്ക് രാജ്യത്തെ ഭരണകൂടത്തിനടുത്തു നിന്നും വലിയ നിലയിലുള്ള പ്രതിസന്ധി രൂപപ്പെട്ടപ്പോൾ അംബേദ്കറെ കൂട്ടുപിടിക്കുകയും അംബേദ്കറെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ട ആവശ്യകത വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആധുനിക സമകാലിക ഇന്ത്യയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അംബേദ്കർ
ബഹുമുഖ പ്രതിഭ എന്നുള്ള നിലയിൽ വളരെ വ്യത്യസ്തമായ നിലകളിൽ യാതൊരുവിധമായ പശ്ചാത്തലവും ഇല്ലാതെ തന്നെ വ്യത്യസ്തമായ നിലകളിൽ അംബേദ്കർ ഉയർന്നു വന്നു. നിങ്ങൾ ഒരു പ്രൊഫസറായി, ഒരു അധ്യാപകനായി അംബേദ്കറെ പരിഗണിക്കുമ്പോൾ വളരെ പ്രഗത്ഭനായ, പ്രൗഢോജ്വലമായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന, കുട്ടികളിൽ വിദ്യാഭ്യാസ ഔത്സുക്യം വർദ്ധിപ്പിക്കുന്ന നിലയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായി അംബേദ്കറെ നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു കോണിലൂടെ അംബേദ്കറെ നാം ദർശിക്കുകയാണെങ്കിൽ 1927 ഡിസംബർ മാസം 25-ാം തീയതി മനുസ്മൃതി എന്ന് പറയുന്ന ജാതി ഹിന്ദുക്കളുടെ ഭരണഘടന കത്തിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രക്ഷോഭകാരിയായ അംബേദ്കറെ ഒരു കോണിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. മറ്റൊരു കോണിലൂടെ അംബേദ്കറെ വീക്ഷിക്കുമ്പോൾ സംസ്കൃത പണ്ഡിതനായ അംബേദ്കർ രാമായണം, മഹാഭാരതം, ഋഗ്വേദം, മനുസ്മൃതി തുടങ്ങിയ സംസ്കൃത ഗ്രന്ഥങ്ങൾ വായിച്ച് വിശകലനം ചെയ്യുവാൻ കഴിയുന്ന വിധത്തിൽ സംസ്കൃത ഭാഷയെ സ്വായത്തമാക്കിയ സംസ്കൃത പണ്ഡിതനായ അംബേദ്കറെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. വേറൊരു കോണിലൂടെ നോക്കിയാൽ നിയമപണ്ഡിതനായ അംബേദ്കറെയാണ് നിങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയുക. നിയമത്തെ വ്യാഖ്യാനിക്കുവാൻ, നിയമത്തെ വ്യവഹരിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള നിയമവിശാരദനായ, നിയമപണ്ഡിതനായ അംബേദ്കറെ മറ്റൊരു ഭാഗത്ത് നിങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയും. വേറൊരു കോണിലൂടെ നിങ്ങൾ നോക്കിയാൽ ലോകത്തെ വിശ്വവിഖ്യാതരായ ഭരണഘടനാ പണ്ഡിതന്മാരെ വെല്ലുന്ന നിലയിലുള്ള വിശ്വവിഖ്യാതമായ ഭരണഘടനാ പണ്ഡിതനായ അംബേദ്കറെയാണ് മറ്റൊരു കോണിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുക. ബാബാ സാഹേബ് അംബേദ്കറുടെ അവസാനത്തെ വോള്യം പാലി ഭാഷാ നിഘണ്ടുവാണ്. ഭഗവാൻ ബുദ്ധൻ ജനങ്ങൾക്ക് ഉപദേശം നൽകിയിരുന്നത് ത്രിപീഠകയടക്കം പാലി ഭാഷയിലാണ് ഉണ്ടായിരുന്നത്. ആ പാലി ഭാഷ ആ കാലത്ത് സാധാരണക്കാരുടെ ഭാഷയായിരുന്നു. അന്യം നിന്ന് പോയ, നശിപ്പിക്കപ്പെട്ട, തകർക്കപ്പെട്ട ഒരു ഭാഷ. ആ ഭാഷയ്ക്ക് നിങ്ങൾ നോക്കണം, മലയാള ഭാഷയ്ക്ക് നിഘണ്ടു ഉണ്ടാക്കിയത് ജർമ്മൻകാരനായ ഹെർമൻ ഗുണ്ടട്ടാണ്. ആ ഹെർമൻ ഗുണ്ടട്ടാണ് മലയാള ഭാഷയ്ക്ക് നിഘണ്ടു ഉണ്ടാക്കിയതെങ്കിൽ പാലി ഭാഷയ്ക്ക് നിഘണ്ടു ഉണ്ടാക്കി വെച്ചിട്ടാണ് അംബേദ്കർ പോയത്. ആ അർത്ഥത്തിൽ പാലി ഭാഷയ്ക്ക് നിഘണ്ടു ഉണ്ടാക്കിയ പാലി ഭാഷാ പണ്ഡിതനായ അംബേദ്കറെ ഒരു ഭാഗത്തുകൂടി ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ നിങ്ങൾ നോക്കൂ, ഹിന്ദു മതത്തെ സംബന്ധിച്ച് പഠിക്കുന്ന വിദേശികൾക്കായി, സ്വദേശികൾക്കായി റിഡിൽസ് ഇൻ ഹിന്ദുയിസം, എന്താണ് ഹിന്ദുമതമെന്ന് പറയുന്ന, അതിനെ വ്യാഖ്യാനിക്കുന്ന, അതിനെ ഇഴവിരിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, ഹിന്ദുമതം എന്താണ് എന്ന് ലോകത്തോട് വിളംബരം ചെയ്യുന്ന റിഡിൽസ് ഇൻ ഹിന്ദുയിസം, ഹിന്ദു മതത്തിലെ പ്രഹേളികൾ എന്ന് പറയുന്ന ഗ്രന്ഥം ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എഴുതുകയുണ്ടായി. ഹൂ ആർ ദ ശൂദ്രസ് എന്ന് പറയുന്ന ഗ്രന്ഥം ഇന്ത്യയിലെ ശൂദ്രർക്ക് വേണ്ടി അംബേദ്കർ എഴുതിയതാണ്. ആ നിലയിൽ നിങ്ങൾ നോക്കൂ, ഗാന്ധിയെ മനസ്സിലാക്കുന്ന വിദേശികൾക്കും സ്വദേശികൾക്കുമായി ലോകത്തിന് വേണ്ടിക്കൊണ്ട് അംബേദ്കർ എഴുതിയ ഒരു പുസ്തകമാണ് 500-ലധികം പേജുകളുള്ള ഡോക്ടർ അംബേദ്കർ റൈറ്റിംഗ്സ് ആൻഡ് സ്പീച്ചസ് എന്ന് പറയുന്ന വോള്യങ്ങളിലെ മഹാരാഷ്ട്ര എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് ഓഫ് മഹാരാഷ്ട്രയുടെ വോള്യങ്ങളിൽ 9ാമത്തെ വോള്യം വാട്ട് കോൺഗ്രസ് ആൻഡ് ഗാന്ധി ഹാവ് ഡൺ ടു ദ അൺടച്ചബിൾസ്, ഗാന്ധിയും കോൺഗ്രസും തൊട്ടുകൂടാത്തവരോട് ചെയ്തത് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഗാന്ധിയെയും കോൺഗ്രസിനെയും പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി അംബേദ്കർ എഴുതി വെച്ചു. കേവലമായൊരു പുസ്തകം മാത്രമല്ല, ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരായ ഒരു കുറ്റപത്രം കൂടിയാണ്, കുറ്റവിചാരണ കൂടിയാണ് ആ ഗ്രന്ഥം. ജാതികൾ ഇന്ത്യയിലെ ജാതിയുടെ ഉത്ഭവം, ആരംഭം, വളർച്ച, വികാസം, അതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് തുടങ്ങി വ്യത്യസ്തമായ ജാതിയെ സംബന്ധിക്കുന്ന ആധികാരികമായ പ്രൗഢഗംഭീരമായ പഠനം കാസ്റ്റസ് ഇൻ ഇന്ത്യ എന്ന പേരിൽ ഡോക്ടർ അംബേദ്കർ എഴുതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്നത്, ജാതി നിർമൂലനം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജാതി ഹിന്ദുക്കൾക്ക് വേണ്ടി അംബേദ്കർ എഴുതിയ ഒരു പ്രസംഗമാണ്. ചരിത്രപരമായ കാരണങ്ങളാൽ ആ പ്രസംഗം പ്രസംഗിക്കാൻ കഴിയാതെ മാറ്റിവെക്കപ്പെടേണ്ടി വന്നു. പിൽക്കാലത്ത് അത് പുസ്തക രൂപത്തിൽ അംബേദ്കർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ ഭാഷകളിലും നിരവധി എഡിഷനുകളിലായി ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഭാഷകളിൽ മാത്രമല്ല, മറ്റ് വൈദേശിക ഭാഷകളിലും പ്രൗഢഗംഭീരമായ ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകം വായിച്ചതിന് ശേഷമാണ് കാൻഷിറാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉദ്യോഗവും കുടുംബവും എല്ലാം വിട്ടൊഴിഞ്ഞ്, അത് ഉപേക്ഷിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ചരിത്ര സംഭവങ്ങൾക്ക് പിൽക്കാലത്ത് സാക്ഷ്യം വഹിച്ചത്.
ആ നിലയിൽ എഴുത്തുകാരനായ ഗ്രന്ഥകാരനായ അംബേദ്കറെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ബുദ്ധ ഓർ കാൾ മാർക്സ് എന്ന് പറയുന്ന മാർക്സിസത്തെ വിശകലനം ചെയ്തുകൊണ്ട്, ബുദ്ധനെ താരതമ്യം ചെയ്തുകൊണ്ട് ബുദ്ധനോ കാൾ മാർക്സോ എന്ന് ചോദിക്കുന്ന പ്രൗഢഗംഭീരമായ പഠനം അദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഗ്രന്ഥകാരനായ അംബേദ്കറെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മറ്റൊരു സ്ഥാനത്തേക്ക് നിങ്ങൾ നോക്കിയാൽ, വേറൊരു കോണിലൂടെ അംബേദ്കറെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക, ഇന്ത്യയിലെ അധസ്ഥിതരാക്കപ്പെട്ട ജനകോടികൾക്ക് വേണ്ടി അവരുടെ വിമോചന പ്രസ്ഥാനത്തിന് ഉജ്ജ്വലമായി നേതൃത്വം കൊടുക്കുവാൻ 1928 ബഹിഷ്കൃത ഹിതകാരിണി സഭ എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടാക്കിയ സംഘാടകനായി, നേതാവായി അംബേദ്കറെ കാണാൻ കഴിയും. 1936 ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി എന്ന് പറയുന്ന ILP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയ അംബേദ്കറെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 1942 ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെച്ചുകൊണ്ട് കടന്നു വന്ന അംബേദ്കറെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആ നിലയിൽ 1956 അദ്ദേഹം രൂപീകരിക്കാൻ ആരംഭിച്ച പ്രസ്ഥാനം റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ആ നിലയിൽ ഒരു വലിയ രാഷ്ട്രീയ നേതൃത്വത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലെ പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, പിന്നോക്കക്കാർ, മതന്യൂനപക്ഷങ്ങൾ, അതുപോലെ തന്നെ OBC വിഭാഗങ്ങൾ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വലിയ വിശാലമായ രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനാണ് അംബേദ്കർ ആഗ്രഹിച്ചത്. ആ നിലയിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവായ അംബേദ്കറെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമവകുപ്പ് മന്ത്രിയായ അംബേദ്കർ മികച്ച പാർലമെന്റേറിയനായി ഇന്ത്യയുടെ ചരിത്രം, ലോകത്തിന്റെ ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലയിൽ പാർലമെന്റേറിയനായ അംബേദ്കറെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അങ്ങനെ വ്യത്യസ്ത കോണുകളിലൂടെയാണ് അംബേദ്കറെ നിങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയുക. നിങ്ങൾ നോക്കൂ, അശോകന് ശേഷം, ഭഗവാൻ ബുദ്ധന് ശേഷം അശോകനാണ് ബുദ്ധമതത്തെ ലോകമെമ്പാടും വ്യാപിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധന്റെ കലിംഗ യുദ്ധത്തിന് ശേഷം ബുദ്ധിസം സ്വീകരിച്ച അശോകന്റെ കലിംഗ യുദ്ധത്തിന് ശേഷം ബുദ്ധിസം സ്വീകരിച്ച അശോകൻ ലോകത്തെമ്പാടും ബുദ്ധിസം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ ചരിത്രപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അശോകന് ശേഷമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധമത പുനരുദ്ധാരകനായി അംബേദ്കർ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളെ ഒറ്റ സമയത്ത് മതപരിവർത്തനം ചെയ്യിക്കുവാൻ, താൻ ഉദ്ദേശിക്കുന്ന മതത്തിലേക്ക് ഒരേ സമയത്ത് മാറ്റുവാൻ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് പോലും കഴിയാത്ത ആ നിലയിൽ ഒരു വലിയ ബുദ്ധമത പുനരുദ്ധാരകനായി അംബേദ്കർ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ നിലകളിൽ മഹത് സത്യാഗ്രഹമടക്കമുള്ള നിരവധി സമരങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ച നേതൃത്വം എന്നുള്ള നിലയിൽ പ്രക്ഷോഭകാരിയായ അംബേദ്കറെ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, വ്യത്യസ്തമായ നിലകളിലാണ് വ്യത്യസ്തമായ അംബേദ്കറെ നമുക്ക് വായിക്കുവാൻ കഴിയുക. അഭിഭാഷകൻ, രാഷ്ട്രമീമാംസകൻ, ചിന്തകൻ, അധ്യാപകൻ, അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ നിലകളിലാണ് അംബേദ്കറെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുക. വലിയ ദാർശനിക പശ്ചാത്തലമുള്ള അംബേദ്കർ, വായനയുള്ള അംബേദ്കർ, വായനയെ, അറിവിനെ അങ്ങേയറ്റം സ്നേഹിച്ചൊരു മനുഷ്യൻ. ആ നിലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രന്ഥശേഖരമുണ്ടായിരുന്ന അംബേദ്കർ, വലിയ വായനയുണ്ടായിരുന്ന അംബേദ്കർ, സ്വകാര്യമായ വലിയ ലൈബ്രറി ഉണ്ടായിരുന്ന അംബേദ്കർ, ആ നിലയിൽ വ്യത്യസ്തമായ ബഹുമുഖ പ്രതിഭയായി അംബേദ്കർ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ നിലയിൽ അത്തരമൊരു ദാർശനിക പശ്ചാത്തലമുള്ളത് കൊണ്ട് തന്നെ, അത്തരമൊരു വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമസ്ഥനായതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, സംശയരഹിതമെന്ന് ഇന്ത്യയുടെ മാർക്സാണ് അംബേദ്കർ, ഇന്ത്യയുടെ കാൾ മാർക്സ് ആണ് അംബേദ്കർ എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ കഴിയും. നമുക്കറിയാം, മാർക്സ് മിച്ചമൂല്യത്തെ സംബന്ധിച്ച് എഴുതി. മാർക്സ് മിച്ചമൂല്യ സിദ്ധാന്തം എഴുതിയപ്പോൾ അംബേദ്കർ ജാതി മൂല്യത്തെ സംബന്ധിച്ചാണ് എഴുതിയത്. കാൾ മാർക്സ് മിച്ചമൂല്യ സിദ്ധാന്തം മുന്നോട്ട് വെച്ചപ്പോൾ, മിച്ചമൂല്യത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, എഴുതിയപ്പോൾ അംബേദ്കർ ജാതി മൂല്യത്തെ സംബന്ധിച്ചാണ് എഴുതിയത്. അവിടെയാണ് കാൾ മാർക്സും അംബേദ്കറും ഒരുപക്ഷെ സമത്വസുന്ദരമായ ഒരു ലോകത്തെ, ഒരു ജനാധിപത്യത്തെ, ഒരു ജനതയെ, സമൂഹത്തെ, സമത്വപൂർണമായ ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ സ്വപ്നം കണ്ട രണ്ട് മഹാദാർശനികന്മാരാണ് കാൾ മാർക്സും അംബേദ്കറും. പക്ഷേ ഇന്ത്യയിൽ കാൾ മാർക്സും അംബേദ്കറും തമ്മിലുള്ള കിണയൽ അനുഭവപ്പെടുന്നത്, അത് തമ്മിലുള്ള വൈരുദ്ധ്യം ഉണ്ടാക്കപ്പെടുന്നത് ഒറ്റ കാര്യത്തിലാണ്, അത് ജാതിയാണ്.
ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് വർഗവിഭജിതമായ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ അവസ്ഥയിൽ ജനിച്ചു ജീവിച്ച കാൾ മാർക്സ് ഒരു വർഗരഹിത സമൂഹത്തെയാണ് സ്വപ്നം കാണുന്നത്. ഇന്ത്യൻ അവസ്ഥയിൽ, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ അറിയേണ്ടത് ജാതി വിഭജിതമായ ഒരു സമൂഹത്തിലാണ് അംബേദ്കർ ജനിച്ചു ജീവിച്ചു മരിക്കുന്നത്. അവിടെയാണ് ജാതിരഹിതമായ ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ സംബന്ധിച്ച് അംബേദ്കർ സ്വപ്നം കാണേണ്ടി വരുന്നത്. ഒന്ന് വർഗരഹിതമായ സാമൂഹിക വ്യവസ്ഥ സ്വപ്നം കാണുന്നുവെങ്കിൽ അംബേദ്കർ കാണുന്നത് ജാതിരഹിത സാമൂഹിക വ്യവസ്ഥിതിയെയാണ്. കാൾ മാർക്സ് ജനിച്ചത് വർഗവിഭജിതമായ സാമൂഹിക വ്യവസ്ഥിതിയിലാണെങ്കിൽ ഇന്ത്യയിൽ ജാതി വിഭജിതമായ സമൂഹത്തിലാണ് അംബേദ്കർ ജനിച്ചു ജീവിക്കുന്നത്. ജാതിയും വർഗവും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. വർഗം ഒരാൾക്ക് മാറാൻ കഴിയും. ഇന്ന് സമ്പന്നനായ ഒരാൾക്ക് നാളെ ലോട്ടറി അടിച്ചാൽ അയാൾ വർഗത്തിൽ നിന്ന് വർഗം മാറുന്നു, ദരിദ്രൻ സമ്പന്നനാവുന്നു. ജാതി അങ്ങനെയല്ല. ഇന്ന് ജാതിയിൽ ഏതെങ്കിലും ഒരു ജാതിയിൽ ഒരുവൻ ജനിച്ചു കഴിഞ്ഞാൽ അവന് 1000 ജന്മം ജനിച്ചാലും ജാതി മാറാൻ അവന് കഴിയുന്നില്ല. ജാതി ജന്മബന്ധിതമാണ്, വർഗം അങ്ങനെയല്ല. ഇങ്ങനെ വർഗവും ജാതിയും തമ്മിലുള്ള പ്രശ്നത്തെ മനസ്സിലാക്കുവാനും ആ നിലയിൽ അതിനെ അനലൈസ് ചെയ്യുവാനും അതിനെ കീറിമുറിച്ച് ആ വർഗവും ജാതിയും തമ്മിലുള്ള പ്രശ്നത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനും ഇന്ത്യൻ മാർക്സിസ്റ്റുകൾക്ക്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പരാജയത്തിന്റെ കാരണമെന്ന് അംബേദ്കർ നിർവചിക്കുന്നുണ്ട്. ഇനി ഞാൻ സോഷ്യലിസ്റ്റുകളിലേക്ക് തിരിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സോഷ്യലിസ്റ്റുകൾക്ക് അംബേദ്കർ, കമ്മ്യൂണിസ്റ്റുകൾക്ക് അംബേദ്കർ മറുപടി നൽകുന്നുണ്ട്, അവർക്ക് താക്കീത് നൽകുന്നുണ്ട്. ജാതിയെ പരിഗണിക്കാതെ ഒരു ഇഞ്ച് പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് അംബേദ്കർ സിദ്ധാന്തിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും നിങ്ങളുടെ മുമ്പിൽ ചാടി വീഴുന്നത് ജാതി എന്ന് പറയുന്ന ദുർഭൂതമായിരിക്കുമെന്ന് അംബേദ്കർ സിദ്ധാന്തിക്കുന്നുണ്ട്. ആ നിലയിൽ അംബേദ്കർ ഇന്ത്യയെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ജാതിയെക്കുറിച്ച് അംബേദ്കർ പറയുന്നുവെങ്കിൽ ജാതിയെക്കുറിച്ച് അംബേദ്കർ പറയുന്നത് ഇന്ത്യയെ വിശദീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ജാതിയെക്കുറിച്ച് പറഞ്ഞാലേ ഇന്ത്യയെ വിശദീകരിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് അംബേദ്കർക്കറിയാം. അതുകൊണ്ട് അംബേദ്കർ ജാതിയെ വിശദീകരിക്കുന്നുവെങ്കിൽ ഇവിടെ മനസ്സിലാക്കപ്പെടേണ്ടത്, വായിക്കപ്പെടേണ്ടത്, ജാതിയെ വിശദീകരിക്കുന്ന അംബേദ്കർ ഇന്ത്യയെ തന്നെയാണ് വിശദീകരിക്കുന്നത് എന്ന് ഇന്ത്യയിലെ ആധുനിക സമൂഹത്തിന് മെല്ലെ മെല്ലെ ബോധ്യപ്പെട്ടു വരികയാണ്. മേൽജാതി തൊഴിലാളിക്കും കീഴ്ജാതി തൊഴിലാളിക്കും ജാഥ വിളിക്കുമ്പോഴുള്ള വർഗവികാരം മാത്രമേയുള്ളൂ എന്ന് അംബേദ്കർ പറയുന്നു. മേൽജാതി തൊഴിലാളിയും കീഴ്ജാതി തൊഴിലാളിയും ജാഥ വിളിക്കുമ്പോഴുള്ള വർഗവികാരമല്ലാതെ ജാഥ അവസാനിച്ചാൽ വർഗമല്ല, ജാതികളാണ്. ആ നിലയിൽ ജാതിയെ അഡ്രസ് ചെയ്യാതെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് പറയുന്ന അംബേദ്കർ തീർച്ചയായും ജാതിയെ അഡ്രസ് ചെയ്യാത്ത, ജാതിയെ പരിഗണിക്കാത്ത, ജാതിയുടെ ഉൾപ്പിരിവുകളെ സംബന്ധിച്ച് യാതൊരു തരത്തിലും കണക്കിലെടുക്കാതെയുള്ള ഇന്ത്യയിലെ മാർക്സിസം, ഇന്ത്യയിൽ വ്യവഹരിക്കപ്പെടുന്ന മാർക്സിസം ഇന്ത്യയിലെ ജാതിവാദികൾക്ക് ഏറ്റവും വലിയ സുരക്ഷിത താവളമായിരിക്കുമെന്ന് അംബേദ്കർ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ജാതി മേധാവിത്വം മാർക്സിസത്തിനകത്ത് എളുപ്പത്തിൽ അവർക്ക് ജാതി ഒളിപ്പിക്കാൻ കഴിയുന്നു, ജാതിയെ ഒളിച്ചു കടത്താൻ കഴിയുന്നു. ഇതാണ് ഇന്ത്യൻ മാർക്സിസത്തിന്റെ പരാജയവും, അഥവാ ഇന്ത്യൻ മാർക്സിസം നേരിടുന്ന, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ നേരിടുന്ന പ്രശ്നങ്ങളുമെന്നാണ് ഈ അംബേദ്കറെ പറ്റി പഠിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മാർക്സിസത്തെ ഒരു ആദർശം എന്ന നിലയിൽ അംഗീകരിക്കുന്ന അംബേദ്കർ ഇന്ത്യയിൽ അങ്ങോട്ടുള്ള വഴി മാർക്സിൻ്റേതല്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അംബേദ്കർ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വർഗവും ജാതിയും തമ്മിലുള്ള പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നാണ്. സമകാലികമായി അംബേദ്കർ വായിക്കപ്പെടുമ്പോൾ സമകാലിക ഇന്ത്യയിൽ ആധുനിക ദേശരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ അംബേദ്കർ വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജാതിയെ അഡ്രസ് ചെയ്യാതെ ഒരു വിധത്തിലുള്ള വിപ്ലവകാരികൾക്കും ഇന്ത്യയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അംബേദ്കർ തീർത്തു പറയുന്നുണ്ട്. ജാതിയെ മുൻനിർത്തിക്കൊണ്ട് അംബേദ്കർ ഇന്ത്യയെ അങ്ങേയറ്റം വിശദീകരിക്കുക എന്ന ജോലിയാണ് അംബേദ്കർ ചെയ്തത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ നിങ്ങൾ നോക്കൂ, ജാതിയെ വിശദീകരിക്കുക മാത്രമല്ല, ഇന്ത്യയിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് അംബേദ്കർ എഴുതിയ പുസ്തകമാണ്
ദ പ്രോബ്ലം ഓഫ് ഉറുപ്പി എന്ന് പറയുന്ന പുസ്തകം, ഉറുപ്പികയുടെ പ്രശ്നം എന്ന് പറയുന്ന ഒരു പുസ്തകം അംബേദ്കർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അംബേദ്കറെ കുറിച്ച് പറയുമ്പോൾ അംബേദ്കർ ജാതിയെക്കുറിച്ച് മാത്രം പറയുന്ന ഒരാളായിട്ടാണ് ചില ആളുകളെങ്കിലും കണക്കിലെടുക്കുന്നത്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് ഉറുപ്പികയുടെ പ്രശ്നം എന്ന് പറയുന്ന ദ പ്രോബ്ലം ഓഫ് ഉറുപ്പി എന്ന് പറയുന്ന പുസ്തകം അംബേദ്കർ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകമാണ് ഈ ഇന്ത്യയിലെ ലോകത്തെ വലിയ സാമ്പത്തിക വിദഗ്ധർ ഇന്നും ഒരടിസ്ഥാന രേഖയായി അവർ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് പലപ്പോഴും പുറത്തു വന്നിട്ടുള്ള സംഗതിയാണ്. വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഞാൻ സാമ്പത്തിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് വ്യവഹാരങ്ങൾ നടത്തുമ്പോൾ അതിനാധാരമാക്കുന്നത് അംബേദ്കറുടെ പ്രോബ്ലം ഓഫ് ഉറുപ്പി എന്ന് പറയുന്ന ഗ്രന്ഥമാണ് എന്ന് വിവക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് അത് മാത്രമല്ല, ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെടുന്ന തൊഴിലാളികളുടെ അവകാശങ്ങളും ക്ഷേമ പദ്ധതികളും ഭരണഘടനാപരമായും അല്ലാതെയും ഉറപ്പാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ തൊഴിലാളി സമൂഹത്തിൻ്റെ ചാമ്പ്യനായി ഡോക്ടർ അംബേദ്കർ മാറിയത്. അങ്ങനെ ഇന്ത്യൻ തൊഴിലാളി സമൂഹത്തിൻ്റെ ചാമ്പ്യനായി അംബേദ്കർ മാറിയത് കൊണ്ട് തന്നെയാണ് 1956 ഡിസംബർ മാസം 6-ാം തീയതി അംബേദ്കർ നമ്മളെ വിട്ടുപിരിഞ്ഞപ്പോൾ 7-ാം തീയതി പ്രസിദ്ധീകരിക്കപ്പെട്ട ന്യൂയോർക്ക് ടൈംസിൻ്റെ എഡിറ്റോറിയൽ ഡോക്ടർ അംബേദ്കർ വാസ് നോൺ ആസ് ദ ചാമ്പ്യൻ ഓഫ് ഇന്ത്യൻ വർക്കിംഗ് ക്ലാസസ് എന്ന് മുഖപ്രസംഗം എഴുതിയത് എന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്താദ്യമായി തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ഉണ്ടാക്കിയത്, ESI നടപ്പിലാക്കിയത് അത് ഇന്ത്യയിലാണ്. അത് അംബേദ്കറുടെ പരിശ്രമ ഫലമായിട്ടാണ് അത് നിർമ്മിക്കപ്പെട്ടത്. ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതും സമർപ്പിച്ചതും അംബേദ്കറാണ് എന്ന് ചരിത്ര പണ്ഡിതന്മാർക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് മുന്നോട്ട് വെച്ചത്, മെഡിക്കൽ ലീവ് ബെനിഫിറ്റ് മുന്നോട്ട് വെച്ചത്, അപകട ഇൻഷുറൻസ് മുന്നോട്ട് വെച്ചത്, ഫാക്ടറീസ് ആക്ട് ഭേദഗതി മുന്നോട്ട് വെച്ചത്, എൻഡ് ലീവ് എന്ന് പറയുന്ന സമ്പ്രദായം മുന്നോട്ട് വെച്ചത്, ഖനി തൊഴിലാളികളുടെ സുരക്ഷാ നിയമം രൂപകൽപ്പന ചെയ്തത്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സ്ഥാപിച്ചത്, മിനിമം കൂലി നിയമം അത് മുന്നോട്ട് കൊണ്ടുവന്നത്, ഖനികളിൽ ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് പ്രസവാനുകൂല്യ പദ്ധതി ഏർപ്പെടുത്തിയത്, സ്ത്രീകൾക്കായി തൊഴിലാളി ക്ഷേമ ഫണ്ട് എന്ന് പറയുന്ന സങ്കല്പം മുന്നോട്ട് വെച്ചത്, തൊഴിൽ സംരക്ഷണ നിയമം കൊണ്ടുവന്നത്, തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന് പറയുന്ന നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയതും കൊണ്ടുവന്നതും ഡോക്ടർ അംബേദ്കറാണ്. തൊഴിലാളികൾ ഇന്ന് സമരം ചെയ്യാറുണ്ട്. സമരം ചെയ്യുന്നത് ദേശവിരുദ്ധമല്ല, ഭരണഘടനയ്ക്ക് എതിരല്ല. തൊഴിലാളികൾക്ക് സമരം ചെയ്യാനുള്ള അവകാശത്തിനായി ലീഗൽ സ്ട്രൈക്ക് ആക്ട് എന്ന് പറയുന്ന നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഡോക്ടർ അംബേദ്കറാണ്. അതുകൊണ്ട് തന്നെയാണ് നാം പറയുന്നത് ഇന്ത്യയിലെ തൊഴിലാളി സമൂഹം, ഇന്ത്യയിൽ പണിയെടുക്കുന്നവൻ, ഇന്ത്യയിൽ ശാരീരികമായി അധ്വാനിക്കുന്നവൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അംബേദ്കറോടാണ് എന്ന് ഇന്ന് നമുക്ക് അറിയുവാനും പറയുവാനും കഴിയുന്നത് അതുകൊണ്ടാണ്. ഇന്ത്യൻ സ്ത്രീത്വം എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ട സമൂഹമാണ്. ദലിതരെ പോലെ തന്നെ ബ്രാഹ്മണിക്കലായി ഏറ്റവും ചവിട്ടിമെതിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇന്ത്യയിലെ സ്ത്രീകൾ. ആ സ്ത്രീകൾക്ക് അവരുടെ വിമോചനത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അംബേദ്കർ പല പദ്ധതികളും ഭരണഘടനാദത്തമായി ഇന്ത്യയിൽ കൊണ്ടുവന്നത്. സ്ത്രീകളും പ്രതിവിപ്ലവവും എന്ന് പറയുന്ന ഗ്രന്ഥമെഴുതിക്കൊണ്ട്, ഹിന്ദു സ്ത്രീകളുടെ ഉയർച്ചയും പതനവും എന്ന് പറയുന്ന ഗ്രന്ഥമെഴുതിക്കൊണ്ട്, ജാതികൾ ഇന്ത്യയിൽ എന്ന് പറയുന്ന ഗ്രന്ഥമെഴുതിക്കൊണ്ട് ഇന്ത്യയിലെ സ്ത്രീകൾ നേരിടുന്ന ചവിട്ടിമെതിക്കപ്പെടുന്ന ഇന്ത്യൻ സ്ത്രീത്വത്തെ സംബന്ധിച്ചാണ് അംബേദ്കർ എഴുതി വെച്ചത്, ലോകത്തോട് വിളംബരം ചെയ്തത്. 1951 ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കാനായി തയ്യാറാക്കിയ ഹിന്ദു കോഡ് ബിൽ എന്ന് പറയുന്നത് സ്ത്രീ വിമോചനം ലക്ഷ്യം വെച്ചുള്ള ചരിത്രപരമായ ഒരു സംഗതിയായിരുന്നു എന്ന് നമ്മൾ അറിയണം. 1951 സെപ്റ്റംബർ മാസം 21-ാം തീയതി ഹിന്ദു കോഡ് ബില്ലിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ഡോക്ടർ അംബേദ്കർ അവതരിപ്പിച്ചു. അങ്ങനെ അവതരിപ്പിച്ചപ്പോഴാണ് ശബരിമല പ്രശ്നം വന്നപ്പോൾ ആചാര സംരക്ഷകർ ഇറങ്ങി അന്തരീക്ഷം കലുഷിതമാക്കിയതുപോലെ അംബേദ്കർ ഹിന്ദുമത ധ്വംസകനാണ് എന്ന് വിളംബരം ചെയ്തുകൊണ്ട് രാജ്യത്തെ സവർണ ശക്തികൾ തെരുവിലേക്ക് ഇറങ്ങിയത്. ഏറ്റവും അവസാനം വലിയ നിലയിൽ അംബേദ്കർ ഹിന്ദു സംസ്കാരത്തെ തകർക്കാൻ വന്നയാളാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ, കലാപങ്ങൾ ഇന്ത്യയിൽ അരങ്ങേറി. ഇതിനെ തുടർന്ന് ഹിന്ദു കോഡ് ബിൽ അവതരിപ്പിക്കാൻ കഴിയാതെ സ്ത്രീകളുടെ സുരക്ഷ 100% ഉറപ്പുവരുത്തുന്ന ഹിന്ദു കോഡ് ബില്ല് നടപ്പിലാക്കുവാൻ അത് ഇന്ത്യൻ പാർലമെന്റിൽ പൂർണ്ണമായും അവതരിപ്പിക്കാൻ പോലും കഴിയുന്നില്ല എങ്കിൽ ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഞാൻ ഇരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്
1951 സെപ്റ്റംബർ മാസം 27-ാം തീയതി ഡോക്ടർ അംബേദ്കർ നിയമവകുപ്പ് മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ നിന്നും ഇറങ്ങിപ്പോരുന്നത്. ഞാൻ പറയുന്നത് ഇന്ത്യൻ സ്ത്രീത്വത്തെ സംരക്ഷിക്കുവാൻ, സ്ത്രീകളുടെ പൗരാവകാശങ്ങളെ സംരക്ഷിക്കുവാൻ നിയമവകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ഒരു സ്ഥാനം, പദവി വലിച്ചെറിഞ്ഞിട്ടാണ് അംബേദ്കർ ഇന്ത്യൻ പാർലമെന്റിൽ നിന്നും ഇറങ്ങിപ്പോരുന്നതെങ്കിൽ ആ അംബേദ്കറോട് ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകളും കടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിൽ അങ്ങേയറ്റം ആധുനികമായ ഒരു ഇന്ത്യയെ നിർമ്മിച്ചെടുക്കുന്നതിൽ, ആധുനികമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ പരിശ്രമിച്ച അംബേദ്കർ എന്നും ദേശീയ പ്രസ്ഥാനവുമായും ഗാന്ധിയുമായും ഒരു 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 മത്സരം, ആ നിലയിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും അംബേദ്കറുടെ വഴി വേറെയായിരുന്നു, ഗാന്ധിയുടെ വഴി വേറെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആധുനിക ഇന്ത്യ ഇന്ന് നേരിടുന്ന, അത് ബഹുസ്വരതയുടെ പ്രശ്നമാകട്ടെ, ഒരു ഫെഡറൽ ഗവൺമെന്റിന്റെ പ്രശ്നമാകട്ടെ, ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ എന്ത് ബന്ധമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ലോകത്തെ വിശ്വവിഖ്യാതമായ നിരവധി ഭരണഘടനകൾ പഠിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന രൂപകൽപ്പന ചെയ്ത അതിൻ്റെ ശില്പിയായ ബാബാ സാഹേബ് അംബേദ്കർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇന്ത്യയിലെ മതപരമായ ഭൂരിപക്ഷം രാഷ്ട്രീയ ഭൂരിപക്ഷമാകുന്നത് എന്നാണോ അന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൂല്യവ്യവസ്ഥയും തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ട് ഇന്ത്യ എന്നെങ്കിലും ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റപ്പെടുകയാണെങ്കിൽ, ഹിന്ദു രാഷ്ട്രവാദം ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ത്യ തകർന്നടിഞ്ഞു പോകും. അതുകൊണ്ട് ഇന്ത്യൻ ജനത എന്നും ഈ ഹിന്ദു രാഷ്ട്രത്തിനെ അങ്ങേയറ്റം എതിർക്കണമെന്ന് പറഞ്ഞ ഉജ്ജ്വലനായ നേതാവാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ. അതുകൊണ്ട് ഇന്ന് ഡിസംബർ മാസം 6-ാം തീയതി ലോകത്തോട് എനിക്ക് പറയുവാനുള്ളത്, ഇന്ത്യയിലെ ജനാധിപത്യവാദികളോട് പറയാനുള്ളത്, കേരളീയ സമൂഹത്തോട് പറയുവാനുള്ളത്, ഡോക്ടർ അംബേദ്കറുടെ ചിന്തകൾ നാം സ്വീകരിച്ചേ പറ്റൂ. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഭീഷണമായ സാമൂഹിക പ്രശ്നങ്ങൾക്ക്, രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം എവിടെ എന്ന് അന്വേഷിച്ചാൽ ആ പരിഹാരത്തിൻ്റെ ഉത്തരമാണ് അംബേദ്കർ. അതുകൊണ്ട് നമുക്കേവർക്കും അംബേദ്കറുടെ ചിന്തകളെ മനസ്സിലാക്കാം, ജനാധിപത്യ ഇന്ത്യ കെട്ടിപ്പടുക്കാം, അംബേദ്കറുടെ ചിന്തകളെ കൂടുതൽ പഠിക്കാം, അംബേദ്കറുടെ പോരാട്ടങ്ങളെ വായിക്കാം, അംബേദ്കറെ നമുക്ക് പുനർനിർമ്മിക്കാം. ഈ നിലയിൽ ഇന്ത്യയെ പുനർനിർമ്മിക്കണമെങ്കിൽ, ഇന്ത്യ മുന്നോട്ട് പോകണമെങ്കിൽ, ഇനി നമുക്ക് മുന്നോട്ട് നടക്കണമെങ്കിൽ അംബേദ്കറെ വായിച്ചേ പറ്റൂ, അംബേദ്കറെ ഒപ്പം ചേർത്തേ പറ്റൂ. ഇതൊരു ഏതെങ്കിലും ഒരു ജാതിയുടെ പ്രശ്നമല്ല. ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യവാദികളുടെയും ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായും ഇന്ന് ഡിസംബർ 6 ബാബാ സാഹേബ് അംബേദ്കർക്ക് 1000 അഭിവാദ്യങ്ങൾ നമുക്ക് അർപ്പിക്കാം. ജയ് ഭീം, ജയ് ഭാരത്.